റിലീജിയൻ നോർമലി ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് ക്ലെയിംസ്. ആ ക്ലെയിംസ് എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈ നിൽക്കാത്ത ക്ലെയിംസാണ്. എന്തിനാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, മതത്തിൽ വിശ്വസിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്നത്, മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും ഈ കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ശക്തി വേണ്ടേ. ജയൻ്റെ പഴയൊരു സിനിമ ഉണ്ടല്ലോ, ശക്തി, എം. നമ്പ്യാർ. നമ്മൾ വിചാരിക്കുക അതാണെന്ന്. അതല്ല, ഒരു ശക്തി ആകാൻ പാടുള്ളൂ, ഒന്നിലധികം ആകാൻ പാടില്ല. അതാണ് എനിക്കൊരു രസം. അല്ലെ ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അപ്പോൾ ഈ സാധനം ഈ പ്രപഞ്ചം ഉണ്ടാക്കി, അയാളെവിടെ, അല്ലെ അദ്ദേഹം എവിടെ, അല്ല ആ ശക്തി എവിടെ, അതൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടാക്കാൻ ആരെങ്കിലും വേണം. ഈ ഉണ്ടാക്കാൻ ആരെങ്കിലും വേണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വളരെ പ്രൈമറി ആയിട്ടുള്ള ലോജിക്കാണ്. അത് റിലീജിയസ് ലോജിക്കാണ്. ആ ലോജിക്ക് എപ്പോഴും വരുന്ന ഇവിടുന്നാണ്. മനുഷ്യനിർമ്മിതമായ സാധനങ്ങൾ, ഉദാഹരണമായിട്ട് വട, ദോശ, കമ്പ്യൂട്ടർ, വാച്ച്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം വാച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വാച്ച് കണ്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ഏജൻറ് സീക്കിംഗ് ആണ്. ഒരു ഏജൻറ്റിനെ വെച്ച് പ്രശ്നം പരിഹരിക്കുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രായം എടുത്തു കഴിഞ്ഞാൽ ഒരു 1382 കോടി വർഷം ആയിട്ടുണ്ട് പ്രപഞ്ചം ഉണ്ടായി എന്ന് കരുതിയാൽ, ഭൂമിക്ക് ഒരു 460 കോടി വർഷം. ഭൂമിയിൽ സൈനോ ബാക്ടീരിയകളുടെ ആദ്യകാല ബാക്ടീരിയകൾ ഒരു 350 കോടി വർഷത്തിന് മുന്നേ ഉണ്ടായി. പിന്നീട് 56 വർഷത്തിനും 50 കോടി വർഷത്തിനും ഇടയ്ക്ക് കേംബ്രിയൻ എക്സ്പ്ലോഷൻ. ഇങ്ങോട്ട് വന്നിട്ട് ഒരു 18 കോടി വർഷം, ആ പീരീഡിലൊക്കെ ഡൈനസോറുകളുടെ കാലം. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഏപ്പുകൾ വരുന്നു. എന്നിട്ട് ഹോമോ ഹാബിലസ്, ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്, നിയാൻഡർതാലൻസിസ്, ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ എന്ന് പറയാവുന്ന രീതിയിൽ മനുഷ്യൻ ഇവോൾവ് ചെയ്തിട്ടൊരു 1.5 ലക്ഷം 2 ലക്ഷം വർഷമായിട്ടുള്ളൂ, അല്ലേ? അത്രയായിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രായം ഒരു കലണ്ടറിൽ 365 ദിവസങ്ങളായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ 365-ാം ദിവസം രാത്രി 11:50 മനുഷ്യൻ വരുന്നത്. ആ മനുഷ്യൻ ഉണ്ടാക്കിയ വാച്ചും ചീപ്പും കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊരു അനോളജി ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാം എന്താണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സെൽഫ് ഇവോൾവിങ്. അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. സെൽഫ് ഇവോൾവിങ് അല്ലാതെ ഒരു സാധനവും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഇങ്ങനെയാണ് ഈ കുശവൻ, ഈ ബൈബിളിലൊക്കെ ഉദാഹരണം പറയുന്നതാണ്, മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് ഊതിക്കയറ്റി ചായ അടിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് വലിയൊരു അബദ്ധമല്ലേ? യഥാർത്ഥത്തിൽ മണ്ണെന്ന് പറയുന്ന സാധനം ഉണ്ട്, മണ്ണ് സാധനം വേണമല്ലോ, കുഴയ്ക്കണം, ഊതണം, ഒന്നിച്ച് വരണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു കോൺക്രീറ്റ് ആയാലും, ഈ കോൺക്രീറ്റ് എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് ആവുന്നത്? സിമെൻറ്റും മണലും വെള്ളവും കൂടെ ചേരുമ്പോൾ ഒരു സെറ്റാവാനുള്ള കഴിവ് ഈ 3 എണ്ണത്തിനും ഇൻഹറൻ്റായിട്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് കോൺക്രീറ്റ് ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങളിതെല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് ഇട്ടിട്ട് സിമെൻറ്റിനോട് അതിനകത്തോട് കറാന്ന് തള്ളിക്കയറ്റുകയാണോ? അല്ലെങ്കിൽ അതിനകത്ത് മെറ്റലിനെ നിങ്ങളിങ്ങനെ കുത്തിക്കയറ്റി അതവിടെ ഇരിക്കത്തില്ല. ഈ 3 വസ്തുക്കൾക്കും ഒരു പ്രത്യേക അനുപാതത്തിൽ ഒരു പ്രത്യേക മിശ്രിതം ഉണ്ടാക്കാനായിട്ടുള്ള സഹജമായ തനത് ശേഷി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന കോൺക്രീറ്റിനെയാണ് മേശിരി പറയുന്നത് ഞാൻ കോൺക്രീറ്റ് ഉണ്ടാക്കിയെന്ന്. സെൽഫായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ മാത്രമേ നടക്കൂ. അങ്ങനെ നടക്കാത്ത ഒന്നുമില്ല. എല്ലാം വിചാരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും വേണമെങ്കിൽ ആളിനെ എവിടെ വെക്കുന്നത്? നമ്മൾ മനുഷ്യനുണ്ടായിട്ട് എത്ര നാളായി? മനുഷ്യനിർമ്മിത സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണം മഴ ഉണ്ടാകുന്നു. മഴ എങ്ങനെ ഉണ്ടാകുന്നത്? അതെല്ലാം തള്ളിക്കയറ്റുന്നതാണോ? വെള്ളം കയറ്റും ആണോ? പർവ്വതങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? മേളിൽ ചെന്നിട്ട് ഇലവാങ്ക് വെച്ച് പൊക്കുകയാണോ? തിരമാലകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളം അടിച്ച് തെറിപ്പിക്കുകയാണോ? പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിങ്ങനെ ഏജൻറ് സീക്കിങ്ങിലൂടെ പരിഹരിക്കാൻ കഴിയും? പ്രകൃതിയിലുണ്ടാകുന്ന, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്ന നിങ്ങൾ വളരുന്നു. നിങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കുക. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നിങ്ങളാണോ അടിച്ച് തട്ടി കയറ്റിക്കൊണ്ട് പോകുന്നത്? ആണോ? നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമുക്കറിയേയില്ല. ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യവും ഒരു ബോധപൂർവമായ ഇടപെടൽ കൊണ്ടോ ഇത് നിർമ്മാണമാണ്, സൃഷ്ടിയൊന്നും അല്ല കേട്ടോ. ഈ പറഞ്ഞോണം മണ്ണ് കുഴച്ച ആളിനെ ഉണ്ടാക്കുന്നത് നിർമ്മാണം. ഇറ്റ്സ് ഓൺലി എ പ്രൊഡക്ഷൻ, ഇറ്റ്സ് നോട്ട് എ ക്രിയേഷൻ. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ആണ്. സംതിങ് ഔട്ട് ഓഫ് നത്തിങ് എന്ന് പറഞ്ഞാൽ റിഡിക്കുലസ് പ്രൊപ്പസിഷനാണ്. ഇറ്റ്സ് നെവർ ഹാപ്പൻസ്. അങ്ങനെയാണെങ്കിൽ ആ നത്തിങ് ആയിരുന്നില്ല എന്നാണ് നമ്മൾ പറയുക. ഓക്കെ.